ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പി ബേസ് കോട്ട് വൈറ്റൊക്കെ അടിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ഓൾ ബെൽ ബട്ടൺ കൂടെ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ ഈ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എൻ്റെ കടിച്ച് നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുപ്പി. ഇനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് കളേഴ്സൊക്കെ വേണം. വൈറ്റ് വേണം, ഇവിടെ ഓറഞ്ച് വേണം, പിന്നെ നമുക്ക് ഒരു ഗ്രീന് വേണം. അപ്പോൾ ഞാൻ ഗ്രീന് ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു നല്ലൊരു ഗ്രീന് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ബ്രഷ് വേണം. കണ്ടോ, നമ്മൾ ഉപേക്ഷിച്ച ബ്രഷ് ഏതെങ്കിലുമൊക്കെ എടുത്താൽ മതി. നന്നായി ഇങ്ങനെ കേടായ ബ്രഷ് എടുക്കുകയാണ് ഈ ഒരു ബോട്ടിൽ ആർട്ടിന് ഏറ്റവും നല്ലത്. പിന്നെ കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായി ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതത് അങ്ങനെ ആയിക്കോളും. പിന്നെ നമുക്കിതുപോലൊരു പെൻസിലോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് എടുക്കാം കേട്ടോ. ഇനി ബ്രഷ്, പെയിൻറ്റ് ബ്രഷ് ഇല്ലേ, പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് കൊണ്ടും നമുക്കിത് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു പെൻസിലാണ്. നമുക്ക് ആദ്യം ഈ ഗ്രീൻ കളർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതാ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഓറഞ്ചിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, തൊട്ടടിയിൽ ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ വൈറ്റിൽ ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റ് ഒന്ന് അല്ലെങ്കിൽ അതിൽ മിക്സ് ആവില്ലേ, അപ്പോൾ നമ്മളൊന്ന് തുടക്കണം. ടിഷ്യൂ എടുത്തിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതും 2 ഡോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഗ്രീനിൽ ടിപ്പ് ചെയ്യാം. രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ബ്രഷ് ചേർക്കാം. ബ്രഷ് എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാവരും വീഡിയോയിലേക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോയിൽ ചെയ്യണ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വൈറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഓറഞ്ചിൻ്റെ ഇത് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് തുടക്കണം. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് കളർ വേണം. ഒരു ടോപ്പിക്കോ എന്തെങ്കിലും ഒന്ന് എടുക്കാം. ബ്ലാക്കിലൊന്ന് ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലൊരു തൂവലിൻ്റെ ഒരു ഷേപ്പ് വന്നില്ലേ. അപ്പോൾ ഇതേപോലെ ഇനി ഈ കുപ്പിയുടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ ഇനി ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ തോലൊക്കെ പെയിൻറ്റ് ചെയ്തതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ
ഒരു ബ്ലാക്ക് കളർ പാൻ എടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ, ചെറിയ നിബ്ബുള്ള മാർക്കർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ചെറിയ നിബ്ബ് വേണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് മാർക്കർ ഇല്ലാത്ത കാരണം ഞാൻ അതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് കളറിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു വട്ടം വരച്ചെടുക്കണം. നമ്മുടെ ഫ്ലാഗിൻ്റെ നടുവിലുണ്ടാവുന്ന ഒരു അശോക ചക്രല്ലേ, അത് നമുക്ക് ഇതിന്മേൽ വരച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ എല്ലാ തൂവലിൻ്റെയും സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ എല്ലാ തൂവലുമ്മലും ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ചക്രം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ഞാനൊരു സെല്ലോ ടേപ്പ്, ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഈ കുപ്പിയുടെ ഈ ഒരു ഭാഗത്ത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നമുക്ക് ഇവിടെ ഓറഞ്ച് അടിച്ചു കൊടുക്കണം, ഇവിടെ നമുക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സെൻറ്ററിൽ പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വൈറ്റിൻ്റെ ഭാഗത്ത് പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വോളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കെട്ടി കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് വോളൻ ത്രെഡ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. ഈ വോളൻ ത്രെഡ് ഉള്ളവരുണ്ടെങ്കിൽ അത് ഗം ഉപയോഗിച്ചിട്ട് അത് ചുറ്റി കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായി ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിൻ്റെ ശേഷം ഒരു കോട്ടും കൂടെ ഓറഞ്ചും ഗ്രീനും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതാ 2 കോട്ട് ഓറഞ്ചും ഗ്രീനും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ കുപ്പിയുടെ എല്ലാ വർക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ വീണ്ടും ഇതേപോലെ അശോകചക്രം ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പാൻ കൊണ്ടാണ് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ ആകെ ഇങ്ങനെ സ്പ്രെഡായ പോലെ തോന്നിയിട്ട് ഞാൻ വീണ്ടും പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ മേലെ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിയുടെ ഇപ്പോൾ എല്ലാ പണിയും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ഹാപ്പി റിപ്പബ്ലിക് ഡേ.